ഹായ്, മലയാളത്തിൽ നിന്നും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മറ്റൊരു സ്റ്റഫ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. കളങ്കാവൻ, റിട്ടൺ ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. നമുക്കൊരു പടത്തിൽ വില്ലനിസം കാണിക്കാനും ഹീറോയിസം കാണിക്കാനൊന്നും വലിയ ലൗഡ്നെസ്സിന്റെയും അല്ലെങ്കിൽ മാസ് ആക്ഷന്റെയും സ്ലോ മോഷന്റെയും ഒന്നും ആവശ്യമില്ല എന്ന് വീണ്ടും പ്രൂവ് ചെയ്തൊരു പടമാണ് കളങ്കാവൽ. ഈ പടം കണ്ടിട്ടില്ലേ? 2 മണിക്കൂർ 20 മിനിറ്റാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. തിയേറ്റർ ഫുള്ള് സൈലന്റ് ആയിരുന്നു. പടം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു മമ്മൂട്ടി പടത്തിൽ, അതായത് ഹീറോ എപ്പോഴും മമ്മൂട്ടിയാണല്ലോ, മമ്മൂട്ടി പടത്തിൽ മമ്മൂട്ടി അല്ലാതെ മറ്റൊരാള് ഒരു സീനിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് തിയേറ്റർ മൊത്തം എണിച്ചു പോയ ഒരു പടം കൂടിയാണ് കേട്ടോ കളങ്കാവല്. വിനായകനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിനായകന്റെ ഈ പടത്തിലെ പെർഫോമൻസ് വെച്ചാൽ ഹെവിയാണ്. ഹെവി എന്ന് വെച്ചാൽ നമ്മൾ ഈ ജയിലറിലെല്ലാം കണ്ടിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള വലിയ ആക്ഷനും അങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുള്ള വിനായകനല്ല. വളരെ സൈലന്റ് ആയിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ. അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള സാധനം, അതായത് ഒരു പെർഫോമറിന്റെ ഒരു ക്യാരക്ടർ ഹെവി ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെവി ആവണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും ഓഡിയൻസിനെ കണക്ട് ചെയ്യണമെങ്കിൽ അയാളൊരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡിൽ സക്സസ് ആവുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരു സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കൗണ്ടർ സൈഡ് അഭിനയിക്കുന്ന ആളും അതേ രീതിയിൽ വില്ലനിസം കാണിക്കണമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പെർഫോമൻസും വിനായകന്റെ പെർഫോമൻസും രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അതായത് ഒരു ത്രാസ് പോലെയാണ്, മനസ്സിലായി? ഒരാളിങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ പടം ഇങ്ങനെ പോകുന്നത്. ഇതിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കോളജി ഈ പടത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് സീനിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു വാക്മാനോ ടേപ്പ് റെക്കോർഡർ എന്തോ ഒരു സാധനമാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത്, ഇതിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്. ആ സാധനത്തിന് ഈ പടത്തിൽ ഉടനീളം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, തീരുന്നത് വരെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പടം അങ്ങനെ വെറുതെ കാണുന്നൊരു പടമല്ല, ശ്രദ്ധിച്ചിരുന്ന് കാണുക. വലിയ ലൗഡ്നെസ്സോ സ്ലോ മോഷനോ അടിയും വെടിയും പുകയൊന്നുമില്ല. പക്ഷെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണിത്. എനിക്ക് വല്ലാണ്ട് ഈ പടം ഇഷ്ടപ്പെട്ടു. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, കളർ ഗ്രേഡിംഗ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പക്ഷെ നമുക്കതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത് ആ ലെവലിലാണ്. ഈ പടത്തില് ആക്ച്വലി സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതലുള്ളത് വിനായകനും മമ്മൂട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ജിബിനല്ലേ, ഈ ഡയസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അയാള്. പിന്നെ അസീസിന് ചെറിയൊരു കഥാപാത്രമുണ്ട്. പിന്നെ ഒരു ബിജു പപ്പു എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളൊരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ 1-2 ആർട്ടിസ്റ്റുകൾക്കല്ലാതെ വേറെ ആർക്കും അങ്ങനെ വലിയ സ്പേസ് ഒന്നുമില്ല. ഒരുപാട് നടിമാരുണ്ട് കേട്ടോ ഈ പടത്തില്. അവരെല്ലാം കുറച്ചേ ഉള്ളൂ, എല്ലാത്തിനും തീർക്കണമല്ലോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് വരുന്നത് വിനായകനും മമ്മൂട്ടിക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 2 ആൾക്കാരെയാണ്. പക്ഷെ നമുക്ക് എവിടെയും ബോറടിക്കുകയില്ല, ലാഗ് ഇല്ല ഈ പടത്തിൽ, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ ഇന്റർവെല്. അതൊരു ഒന്നൊന്നര ഇന്റർവെൽ അത് കേട്ടോ. അത് എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആയി പോകും. തിയേറ്ററിൽ എൻജോയ് ചെയ്യുക, ഇരുന്ന് കണ്ടോളുക. നമുക്കങ്ങനെ ഇത് ഒറ്റ ചാടി എണിക്കലല്ല, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇത് കൊള്ളാം, ഒരു ക്ലാസ് ആയിട്ടൊരു എലവേഷൻ കിട്ടുമല്ലോ നമുക്ക്. ആ ഒരു മൂഡാണ് ഈ പടത്തിന്. അതുപോലെ തന്നെ പടത്തിന്റെ ക്ലൈമാക്സും ഹെവി ആയി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, അതായത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും എന്തോന്നാലും ഈ ചങ്ങായിയെ പിടിക്കും. പക്ഷെ അതെങ്ങനെയെന്നുള്ള അതിന്റെ റൂട്ടാണല്ലോ. ഒരിടയ്ക്കെല്ലാം ഈ മലയാളത്തിൽ ഉണ്ടാകുന്ന ക്രൈം ത്രില്ലർ പടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രൈം നടക്കുന്നു, ഒരാളൊന്ന് അന്വേഷിക്കുന്നു, ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്ക് ടപ്പ് ചെയ്യുന്നിട്ട് ഒരാളെ കിട്ടും, പിന്നെ അയാളെ പിടിക്കണം. അങ്ങനെ അവസാനമാണല്ലോ ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സും ഇതിന്റെ സൈക്കോളജി എല്ലാം റിവീൽ ചെയ്യുന്നത് ഏറ്റവും അവസാനമായിരിക്കും. പക്ഷെ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് പാറ്റേണിൽ നല്ലൊരു ബ്രില്യൻസ് ഒരു കാണിച്ചിട്ടുള്ള എന്താ വെച്ചാൽ എല്ലാ അവസാനം കൊണ്ട് വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഈ സീരിയൽ കില്ലേഴ്സിന്റെ സൈക്കോളജി, ഈ കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട്, അതായത് പടത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ടേക്ക് കുറച്ച് നമുക്ക് തന്നെ കാണിച്ചു തരും ഇയാൾ ഈ രീതിയിലാണ്. പിന്നെ ഇതിന്റെ ഈ സൈക്കോളജി സൈഡും കാര്യങ്ങളെല്ലാം ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം വളരെ കൺവിൻസിങ് ആയിരുന്നു. അത് ശരിക്കും ഉള്ളത് തന്നെയാണ്, റിയൽ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിക്കുന്നത് നമുക്ക് പിടി കിട്ടും. പക്ഷെ അത് അവസാനം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന പോലെയല്ല, പതുക്കെ റിവീൽ ചെയ്ത് ഇയാളെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കി തരും പണം തീരുമ്പോ. പക്ഷെ അവിടെ തന്നെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇയാളുടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ടീസറിലെ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹരം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ്. കാരണം എന്താണ്? റിസ്ക് കൂടുമ്പോഴാണ് ഈ പറയുന്നത് നമുക്ക് ഈ ഹാരം ഉണ്ടായി വരുന്നത്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഹാരം അങ്ങനെയാണ്. അവസാനം ഇയാളെ പിടിക്കുമ്പോഴത്തേക്ക് എന്താകും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു ടെൻഷൻ ജനറേറ്റ് ചെയ്യുന്നതിൽ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിന്റെ ഡയറക്ടറും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നല്ല നൈസ് ആയിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പടം ഒരു ക്ലാസ് ആയിട്ടുള്ള പടമാണ്, മനസ്സിലായില്ലേ? അതായത് വലിയ അഭ്യാസങ്ങൾ കാണിക്കാനുള്ള പടമൊന്നുമല്ല, ഇരുന്ന് അഭിനയം കണ്ടുകൊള്ളുക.
വിനായകന്റെ എല്ലാം നല്ല സബ്റ്റിലായിട്ടുള്ള ആക്ടിംഗ് ആണ്. വിനായകൻ ഇതിന് മുമ്പുള്ള, അതായത് വിനായകന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ചില പടങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും, അഴിഞ്ഞാട്ടമായിരിക്കും. പക്ഷെ ഇത് അമ്മാതിരി വലിയ അഭ്യാസങ്ങളൊന്നുമില്ല, വളരെ സ്റ്റഡി ആയിട്ട് എന്താണ് നല്ല പക്വതയുള്ള മെച്ചൂർ ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പോലീസുകാരനായിട്ട് അദ്ദേഹം അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തുടക്കം മുതൽ സ്റ്റാർട്ടിങ് സീൻ തന്നെ മമ്മൂട്ടിയുടെ സീനാണ്, അവസാനം വരെ പടം തീരുന്നത് മമ്മൂട്ടിയിലാണ്. കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ, കുഞ്ഞു ആർട്ടിസ്റ്റുകളായിട്ട് വന്ന ആൾക്കാരെല്ലാം അത് നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരും കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും മമ്മൂട്ടി വിനായകൻ തന്നെയാണ് കേട്ടോ. നമുക്ക് അവസാനം അങ്ങോട്ടേക്ക് തന്നെ എത്തേണ്ടി വരും, കാരണം ഈ പടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അവർ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ എഡിറ്റ്, കളർ ഗ്രേഡിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇരുന്ന് കണ്ടുകൊള്ളുക, ഇതൊരു ക്ലാസ് പടമാണ്. പിന്നെ ഇതേപോലൊരു പടം, ഇതേപോലെ എന്ന് വെച്ചാൽ ഈ പാറ്റേൺ അല്ല, എന്നാലും ഇതിന്റെ സ്ക്രിപ്റ്റിങ്, ഈ സബ്റ്റിലായിട്ട് കഥ പറഞ്ഞു പോകുന്ന രീതിയെല്ലാം ഉണ്ടല്ലോ. ഈ ജോണറിലെ ഒരു പടം, ഒരു പേർഷ്യൻ പടം ഉണ്ട് കേട്ടോ, ഒരു ഹോളി സ്പൈഡർ, അങ്ങനെയാണ് പടത്തിന്റെ പേര്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ പടം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ചൊരണ്ടി അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. രണ്ടും ഏകദേശം ഒരേ ജോണറിൽ വരുന്ന പടങ്ങളാണ്. അതും നൈസാണ്, ഇതും നൈസാണ്. വളരെ സൈലന്റ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള ഒരു പടമാണ് നമ്മുടെ കളങ്കാവല്. നല്ല നൈസായി തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ടീസർ എടുപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ബാബു രാമചന്ദ്രൻ ഇല്ലേ, ബാബുട്ടൻ, അയാളുടെ ഈ എന്താണ് വല്ലാത്തൊരു കഥയെല്ലാം കയറി വരുന്നുണ്ടോ അങ്ങനെയെല്ലാം ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ടീസറിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പടത്തിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതായത് ഇത് കുറേ നാൾ മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതായത് ആ കാലഘട്ടം ഒരു 2003, 2005 ആ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു ടീസറിന് വേണ്ടി മാത്രം അവർ ഷൂട്ട് ചെയ്തതായിരിക്കും. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് ഫോണ്, നമ്മുടെ പഴയ നോക്കിയ ഫോണല്ലോ ഇല്ലേ, അതുപോലെ തന്നെ നോക്കിയയുടെ തന്നെ ചില കളർ സെറ്റും കാര്യങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി, പിന്നെ ആ ഒരു ജോഗ്രഫി തന്നെ അങ്ങനെയാണ്. അതായത് നമ്മുടെ ബോർഡർ, ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡർ നല്ല രസമാണ് സിനിമയിൽ കണ്ടിരിക്കാനായിട്ട്. ഇടയ്ക്ക് നമുക്ക് നൻപകൽ നേരത്ത് മയക്കം പോലെയാണെന്നെല്ലാം തോന്നിപ്പോ, ഒരു ക്യാരക്ടർ അതുപോലെ കയറി വരുന്നൊക്കെ ഉണ്ട്. രസമാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഒരു കിടിലം പടം, പക്ഷെ ലൗഡായിട്ടുള്ള ഒരു എന്താണ് എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള ഒരു പടമൊന്നുമല്ല. ഇരുന്ന് കാണുക, ക്ലാസ് ആയിട്ടുള്ള ഒരു പടമാണ്. ഉറപ്പായിട്ടും നല്ല ക്രിട്ടിക്കൽ റിവ്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പടമാണ്. നൈസ് അറ്റംപ്റ്റ്, ഒരു ക്ലാസ് പടം കണ്ടു, അടിപൊളി.